നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണല്ലേ. മെറ്റൽ സ്ഫിയേഴ്സ് ഈച്ച് ഓഫ് റേഡിയസ് 2 cm ആർ പാക്ഡ് ഇൻ ടു എ റെക്റ്റാങ്കുലർ ബോക്സ് അല്ലേ. അപ്പോൾ ഒരു 2 cm റേഡിയസ് ഉള്ള കുറച്ച് മെറ്റൽ സ്ഫിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഇൻറ്റേർണൽ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, 16 cm × 8 cm 8 cm, അതായത് ലെങ്ത്ത്, ഹൈറ്റ്, ബ്രെഡ്ത്ത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതെന്താണ് 16 8 8ആണ്. അങ്ങനെയാണെങ്കിൽ വെൻ 16 സ്ഫിയേഴ്സ് പാക്ക്ഡ് ദ ബോക്സ് ഈസ് ഫിൽഡ് വിത്ത് ദ പ്രിസർവേറ്റീവ് ലിക്വിഡ് അല്ലേ. അതായത് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സ്, ആ ബോക്സിൽ ഒരു റെക്റ്റാങ്കുലർ ബോക്സാണ്. ആ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 16 സ്ഫിയേഴ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അത് മെറ്റൽ സ്ഫിയേഴ്സ് ആണല്ലോ, അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിലൊരു പ്രിസർവേറ്റീവ് ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണല്ലോ പ്രിസർവേറ്റീവ് ലിക്വിഡ് ഉണ്ടാവുക. ഇതിൻ്റെ ബാക്കിയുള്ള സ്പേസിലല്ലേ പ്രിസർവേറ്റീവ് ലിക്വിഡ് ഉണ്ടാവുക, കാരണം ഇതൊക്കെ മെറ്റൽ സ്ഫിയേഴ്സ് ആണല്ലോ. ഇവിടെയൊക്കെ എന്താണ്, ഇതിൻ്റെ പ്രിസർവേറ്റീവ് ലിക്വിഡ് ഉണ്ട് അല്ലേ, ഇതാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, 16 × 8 × 8 ആണ് അല്ലേ. അതേപോലെ തന്നെ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ത് തന്നിട്ടുണ്ട്, 2 cm ആണ്. 16 സ്ഫിയേഴ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രിസർവേറ്റീവ് ലിക്വിഡിൻ്റെ വോളിയം കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം കാണാം. ആ വോളിയത്തിൽ നിന്നും ഇതിൽ 16 മെറ്റൽ സ്ഫിയേഴ്സിൻ്റെ വോളിയം നമുക്ക് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്പേസുകൾ കിട്ടൂലേ ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം കണ്ടിട്ട് അതിൽ ഒരു സ്ഫിയറിൻ്റെ എന്ത് കാണാം, വോളിയം കാണാം. എന്നിട്ട് അതിനെ 16 സ്ഫിയേഴ്സ് ആണല്ലോ, 16 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ടോട്ടൽ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയത്തിൽ നിന്നും 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ പ്രിസർവേറ്റീവ് ലിക്വിഡിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം കാണാം. അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എന്താണ്, വോളിയം ഓഫ് ബോക്സ് അല്ലേ. വോളിയം ഓഫ് ബോക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നമുക്കറിയാം, L × B × H ആണ് അല്ല, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 16 × 8 × 8 ആണ് തന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് 1024 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് കിട്ടുക, നമ്മൾ ഈ ബോക്സിൻ്റെ വോളിയം കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ഫിയറിൻ്റെ വോളിയം കണ്ടെത്താം. വോളിയം ഓഫ് സ്ഫിയർ അല്ലേ. വോളിയം ഓഫ് സ്ഫിയർ കണ്ടെത്താൻ എന്താണ്, സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 4/3 πr³ ഇതാണല്ലോ. റേഡിയസ് എന്താണ്, 2 cm ആണ് തന്നിട്ടുണ്ട്. നമുക്കത് എഴുതിക്കാം, 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4/3 × 3.14 × 2³ ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ 4/3 π എന്നുള്ളത് എന്താണ്, ഏത് വോളിയം ഓഫ് സ്ഫിയർ കാണുമ്പോഴും അതിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ, അത് മാറുന്നില്ലല്ലോ. r³ റേഡിയസ് മാത്രമല്ല അവിടെ മാറണുള്ളൂ, 4/3 π മാറുന്നില്ല. ഈ 4/3 π എല്ലാത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കണ്ടെത്തി വെച്ചാൽ എന്താണ്, നമുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ 3-നെയും 3.14-നെയും കട്ട് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.046 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, 4 × 1.046 ചെയ്യുക. 4 × 1.046 × 8 ഇത് ചെയ്താൽ എന്ത് കിട്ടും, നമുക്കിത് കിട്ടും. അപ്പോൾ ഈ 4 × 1.06 കോൺസ്റ്റൻ്റ് ആണല്ലോ, 4 × ഇത് മാറുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് അതങ്ങ് എഴുതാൻ പറ്റും. അപ്പോൾ 4 × 1.046 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ, 4.184 × 8. 8 എന്താണ്, 2³ ആണ് 8 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുക, ഒരു വോളിയം ഓഫ് സ്ഫിയർ, ഒരു സ്ഫിയറിൻ്റെ വോളിയം കിട്ടുക 33.472 cm³. ഇതെന്താണ്, ഒരു സ്ഫിയറിൻ്റെ വോളിയമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം കണ്ടെത്തണ്ടേ. അപ്പോൾ 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം ഓഫ് 16 സ്ഫിയേഴ്സ്. അപ്പോൾ 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി, 16 × ഒരു വോളിയം ഓഫ് സ്ഫിയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ്, ഒരു വോളിയം ഓഫ് സ്ഫിയർ 33.472 നമ്മൾ ചെയ്ത് കണ്ടെത്തി അല്ലേ. അപ്പോൾ 16 × 33.472
472. അപ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 535.552 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് എന്ത്? 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം വരുന്നത്. 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം എന്താണ് വരുന്നത്? 535.552 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രിസർവേറ്റീവ് ലിക്വിഡിൻ്റെ വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ലിക്വിഡിൻ്റെ വോളിയം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മളെ ബോക്സിൻ്റെ വോളിയത്തിൽ നിന്നും ഈ 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം നമ്മൾ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ വോളിയം ഓഫ് പ്രിസർവേറ്റീവ് ലിക്വിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ബോക്സിൻ്റെ വോളിയം എന്തായിരുന്നു? 1024 മൈനസ് 16 സ്ഫിയേഴ്സിൻ്റെ വോളിയം എന്താണ്? 535.552 ആണ് വരിക. അപ്പോൾ പ്രിസർവേറ്റീവ് ലിക്വിഡ് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ വോളിയം നമുക്ക് എന്താണ് കിട്ടുന്നത്? 488.448 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് എന്ത്? നമ്മളെ പ്രിസർവേറ്റീവ് ലിക്വിഡിൻ്റെ വോളിയം വരുന്നത് എന്താണ്? 488.448 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ.